ഹലോ ഗായ്സ്, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്നോട് ആദ്യത്തെ വ്ളോഗിക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് എന്നോട് ആദ്യത്തെ വ്ളോഗാണ്. ഞാൻ இந்த വ്ളോഗിൽ ഷെയർ ചെയ്യാൻ പോകരുത് എന്നോട് കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതി എന്നോട് ബർത്ത്ഡേ ആയിരുന്നു. அதுக்கு நான் എല്ലാ വർഷവും എനിക്ക് സർപ്രൈസ് കിട്ടും. അപ്പോൾ இந்த வருஷம் நான் ഹസ്ബൻഡിക്ക് പറഞ്ഞ് എനിക്ക് പിന്നെ ഒന്നും ചെയ്യ വേണ്ട, ഓൾറെഡി എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അന്ന് സമയം എനിക്ക് പണിയായിരുന്നു. അപ്പോൾ ഒരു 3-4 ദിവസം തൊട്ട് മുൻപേ എനിക്ക് പണിയായിരുന്നു. അത് കാരണം ഞാൻ ഹസ്ബൻഡിക്ക് പറഞ്ഞു ഒന്നും ചെയ്യ വേണ്ട, എനിക്ക് വയ്യ. ആണെങ്കിലും ഹസ്ബൻഡ് അതൊന്നും കേട്ടില്ല. ഹസ്ബൻഡ് എനിക്ക് വേണ്ടി കുറേ ഗിഫ്റ്റ് അനുപ്പിയായിരുന്നു. അതുപോലെ ഒരു നല്ല അടിപൊളിയായിട്ട് എന്നോട് ബർത്ത്ഡേക്ക് എനിക്ക് ഒരു നല്ല സർപ്രൈസ് കൊടുത്തായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പോൾ அந்த വ്ളോഗാണ് ഞാൻ എല്ലാവർക്കും വ്ളോഗായിട്ട് വീഡിയോസ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. அந்த വീഡിയോസൊക്കെ എല്ലാമാണ് ഞാൻ ഇന്നേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പോരുത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. മോനെ വാടി, വാ ഓടി വാ. ആരൊക്കെയാണോ വരാതെ? ഹലോ, വീട്ടിലാക്കാം. മാമ വീഡിയോ കോൾ ചെയ്യുവാണ്. എന്തുവാ മാമ വീഡിയോ കോൾ ചെയ്തോ അമ്മേ? മാമനെ വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോൾ ചെയ്യുന്നോ? അടി ആദ്യം ഇത് പൊട്ടിക്കണി. ഹലോ, വാടി വാടി താങ്ക് യു. ഇതെങ്ങോട്ടായിരുന്നു കുട്ടിക്കോണേ? കേക്ക് മുറിക്കാൻ ഇങ്ങോട്ടാണ് അതെന്താ ഇങ്ങോട്ടല്ലേ? ആ ഒറ്റ പൊട്ടിയെ ഓടിയത് പൊട്ടനെ പൊട്ടിക്കാതെ ഒറ്റ പൊട്ടിയാ. എന്റെ ദൈവമേ, ഇപ്പഴാണ് നോട്ടായിട്ടത്. ഇത് എന്റെ കടയിൽ നിന്ന് കൊണ്ടുപോയിട്ട് അമ്പാടി. ഞാൻ ചിന്തിത് എനിക്ക് പണിയല്ലേ അമ്പാടി എന്റെ കടയിൽ വന്ന് ഇതൊക്കെ എപ്പോ ചെയ്തതാടാ? അതിന്റെ മുന്നേ താഴെ പോയെ. കുത്താൻ പറ്റില്ലേ? ഷുഗർ കട്ട കുത്താൻ പറ്റില്ല. ഏത് ആണോ? സ്വിച്ച് കൂടെ ഫോണിന്റെ ചോക്ലേറ്റ് കുത്തേച്ചി കേക്ക് മുറിക്കാം. ഇതേ പോക്കർ കൊടുക്കും. എത്രമാത്രം ചോക്ലേറ്റ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. കത്തിയില്ല അങ്ങനെ അത് കുത്തണം. പൊട്ടുമില്ല ചെയ്യട്ടെ. നീ പൊട്ടിച്ചോ? അങ്ങോട്ട് നീക്കി. ഇത് പേപ്പറാണോ ചോക്ലേറ്റ് ആണോ? അത് പൊട്ടിക്കടാ. ഞാൻ പൊട്ടിക്കട്ടോ. ഇങ്ങോട്ട് കുത്തിരിക്കുന്നുണ്ട്. ചോക്ലേറ്റ് ആണോ? ഇതിനാ ഇന്നലെ അടിച്ചു പൊട്ടുവല്ലേ? ആണോ?
ഇത് പിടി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങണം. ഭയങ്കര കോമഡിയാ. അപ്പോൾ ഗൈസ് ഇതാണ് എനിക്ക് ഹസ്ബൻഡ് അനുപ്പിയ ഗിഫ്റ്റ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്. നമ്മളോട് രണ്ടുപേരുടെയും ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ അച്ചു അങ്ങനെ അടിപൊളിയായിട്ട് ഇത് എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നാங்கள் ജോർദാനിൽ ഇരിക്കുമ്പോൾ ഓണத்துக்கு நாங்கள் 2 பேரும் എടുത്ത ഫോട്ടോസാണ്. അതൊക്കെ ഒவ்வொரு ഓർമ്മകളല്ലേ. അപ്പോൾ എനിക്ക് இந்த ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇങ്ങനെ ലൈറ്റ് കത്തും കളറായിട്ട്. അപ്പോൾ പിന്നെയും താങ്ക് യു സോ മച്ച് ചേട്ടാ. എനിക്ക് ഇതുപോലെ ഒരു ഭംഗിയായിട്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് കൊടുത്തതിക്ക് ரொம்ப ரொம்ப താങ്ക് യു. അതുപോലെ ഗൈസ് എനിക്ക് അടുത്ത ഗിഫ്റ്റ് കിട്ടിയത് കൊളർ മൈക്കാണ്. ഇതാണ് മൈക്ക്, കൊളർ മൈക്ക്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഹസ്ബൻഡിക്ക് ഞാൻ പറഞ്ഞ ശേഷം എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട്. അങ്ങനെ പറഞ്ഞ ശേഷം എനിക്ക് ഹസ്ബൻഡ് വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റാണിത്. അതും എന്നോട് ബർത്ത്ഡേ ദിവസമാണ് എനിക്ക് ഇതും ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇത് എന്നോട് ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെ ഓർത്ത് ഞാൻ സ്വീകരിച്ചത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നമുക്ക് എന്ത് ചെയ്തിട്ടാലും നാങ്ക എന്ത് ചെയ്യാൻ പോയാലും அதுக்கு നമ്മളോട് ഞാൻ എപ്പോഴും പറയുന്നതുപോലെ அதுக்கு നമ്മളോട് ഹസ്ബൻഡ് സപ്പോർട്ട് കിട്ടുകയും പറഞ്ഞാൽ അത് മനസ്സിക്ക് ഒത്തിരി സന്തോഷം കൊണ്ടുവരുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി 2-3 ഗിഫ്റ്റ്സ് ഉണ്ട്. അതും എല്ലാവർക്കും കാണിക്കാം. അപ്പോൾ ഗൈസ് അടുത്തത് എന്നോട് ഹസ്ബൻഡ് എനിക്ക് മേടിച്ച് കൊടുത്തായിരുന്നത് സ്പീക്കറാണ്. എന്നോട് ലാപ്ടോപ്പിൽ കുറച്ച് സൗണ്ട് കുറവാണ്. അത് 2019 ഞാനും ഹസ്ബൻഡും അപ്പോൾ ഞങ്ങൾക്ക് ഹസ്ബൻഡ് വൈഫില്ല, ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട്. അപ്പോൾ ജോർദാനിൽ നിൽക്ക സമയത്തിൽ நாங்கள் அந்த லேப்டாப் எடுத்தது. என்னோட ஹஸ்பண்டுக்கு கிஃப்ட் கொடுத்ததான அந்த லேப்டாப்பு. நாங்கள் ஜோர்ദാനിൽ இருக்கும்போது കുറേ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്കും കുറേ ഗിഫ്റ്റ് എല്ലാ വർഷങ്ങൾ നമുക്കൊരു എന്ത് പറഞ്ഞ് നമുക്കൊരു അവസരം കിട്ടിയാൽ നാങ്ക ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊള്ളും. അപ്പോൾ ഇതാണ് എന്നോട് ഹസ്ബൻഡ് എനിക്ക് മേടിച്ച് കൊടുത്ത സ്പീക്കർ. ഇത് നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്നോട് യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ആവശ്യം എല്ലാ കാര്യവും എന്നോട് ഹസ്ബൻഡ് എനിക്ക് ഇങ്ങനെ ഒരെണ്ണം ഗിഫ്റ്റായിട്ട് എനിക്ക് കൊടുക്കുവാണ്. അതുക്ക് എത്ര താങ്ക് യു പറഞ്ഞിട്ടാലും പോരാ ചേട്ടാ. ரொம்ப ரொம்ப താങ്ക് യു. അപ്പോൾ ഗൈസ് ഇതാണ് എന്നോട് ഫേവറേറ്റ് ചോക്ലേറ്റ്, ഡെയറി മിൽക്ക് ചോക്ലേറ്റ്. അപ്പോൾ ഇത് മാത്രമില്ല, കുറച്ച് ചിന്ന ചോക്ലേറ്റ്സൊക്കെ കുറേ இந்த ഗിഫ്റ്റ് ബോക്സിനകത്ത് ഇട്ടിട്ട് ഹസ്ബൻഡിനക്ക് നമ്മളോട് ശില്പയുടെ കയ്യിൽ അനുപ്പിയത്. പാവം അവങ്ങളും ரொம்ப എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ரொம்ப കഷ്ടപ്പെട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ശില്പ ആൻഡ് ശില്പ ഫാമിലി. ரொம்ப താങ്ക് യു. എനിക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കുറേ കഷ്ടപ്പെട്ട്. അതുക്ക് ரொம்ப ரொம்ப താങ്ക് യു. അപ്പോൾ ഇത് എന്നോട് ഫേവറേറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും ഇപ്പോൾ ഞാൻ ഇന്ന വീഡിയോ ചെയ്യുവാൻ ഡിസംബർ 16, 12, 13, 14, 15, 16 5 ദിവസമായി ഞാൻ ഇതുവരെ ഇത് കളിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഷുഗർ കട്ടാണ്.
അപ്പോൾ ബർത്ത്ഡേ ദിവസം ഞാൻ കുറച്ച് കേക്ക് കളിച്ച്. അങ്ങനെ പറഞ്ഞാൽ എന്നോട് ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് കളിച്ചാൽ എങ്ങനെ? അപ്പോൾ ഹസ്ബൻഡ് അത്ര സ്നേഹത്തിൽ എനിക്ക് വേണ്ടി ചെയ്തതല്ലേ. പക്ഷെ ഞാൻ ഹസ്ബൻഡിക്ക് പറഞ്ഞ് ഞാനിനി ഇത് മാർച്ച് ഇല്ലെങ്കിൽ ഏപ്രിൽ കളിച്ചാൽ. ഞാൻ ഡേറ്റ് നോക്കി, അടുത്ത വർഷം സെപ്റ്റംബർ വരെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു ടാർഗറ്റ് ഉണ്ട് എന്നോട് വണ്ണം കുറയാൻ വേണ്ടി. ഇപ്പം ഞാൻ അതിൽ ഡയറ്റിംഗ് ആണ്. അപ്പോൾ ഷുഗർ കട്ടും ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. അത് കാരണം ഇത് ഞാൻ കുറച്ച് ദിവസത്തേക്ക് കഷ്ടപ്പെട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നെ ചെയ്യും, ഒരു ടാർഗറ്റ് ഉണ്ടല്ലോ എല്ലാ മനുഷ്യങ്ങൾക്കും. അപ്പോൾ തൽക്കാലം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് എനിക്ക് കൊടുത്ത ഗിഫ്റ്റ് പോലെ ഇനിയും എന്നോട് ഫ്രണ്ട്സും എനിക്ക് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെ പറഞ്ഞാൽ ഇന്ന ഫോട്ടോ അല്ലേ കണ്ടോ, இந்த ഫോട്ടോ ഞാനും എന്നോട് ഹസ്ബൻഡും 2018 എടുത്ത ഫോട്ടോയാണിത്. ഇത് എനിക്ക് ആദ്യത്തെ സെൽഫിയാണ്. ഇത് നമ്മളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സെൽഫിയാണിത്. അപ്പോൾ എനിക്ക് ഇത് ഗിഫ്റ്റ് ഞാൻ എന്തിനു പറയും, ഒരു ഇതിൻ്റെ വാല്യൂ എനിക്ക് പറയാൻ പറ്റതില്ല. അത്രത്തോളം എനിക്ക് இந்த ഗിഫ്റ്റ് ரொம்ப വാല്യൂബിളാണ്. ரொம்ப എനിക്ക് ഒരു ഞാൻ എങ്ങനെ അത് മലയാളത്തിൽ പറയുവേൻ, ശ്രീലങ്കൻ ലാംഗ്വേജിലാണെങ്കിൽ വട്ടിനവ മട്ടുമേ തേക്ക് കൊടാക്ക് വട്ടിനവ അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് இந்த ഗിഫ്റ്റ് ரொம்ப முக்கியம். ரொம்ப എന്നോട് മനസ്സ് ரொம்ப സന്തോഷിച്ച இந்த ഗിഫ്റ്റ് എനിക്ക് ഇങ്ങനെ മെമ്മറീസ് വെക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളോട് ഇതെല്ലാം ഫോട്ടോസ് അല്ലേ, ഇത് എല്ലാം നമ്മളോട് ജോർദാനിൽ ഞങ്ങൾ രണ്ടുപേരും ലവ് பண்ண സമയത്തിൽ എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ இந்த ഗിഫ്റ്റ് എനിക്ക് ഒത്തിരി ഒരുപാട് ഇഷ്ടപ്പെട്ട്. അതിക്ക് വേണ്ടി സ്പെഷ്യൽ താങ്ക് യു എന്നോട് എൻ്റെ എല്ലാ ഫ്രണ്ട്സുക്കും ரொம்ப താങ്ക് യു. அப்போ ரொம்ப தேங்க்யூ, ரொம்ப நன்றி எனக்கு இந்த கிஃப்ட் கொடுத்ததுக்கு. അപ്പോൾ ഗൈസ് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ആദ്യത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് എത്ര സമയം എനിക്കൂടെ നിന്നതിക്ക്. അപ്പോൾ എന്നോട് இந்த വീഡിയോ എല്ലാ ഫ്രണ്ട്സിക്കിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒരു നല്ല അടിപൊളിയായിട്ടൊരു കമൻറ്റ് ഇടുക. അതുപോലെ എനിക്കൂടെ തുടങ്ങി നിൽക്കുക, എന്നെ പ്രോത്സാഹിക്കുക. എന്നോട് മലയാളത്തിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, അതെനിക്ക് അറിയും. അത് അത്രയ്ക്ക് കണക്കെടുക്കാമ് എനിക്കും മുൻപോട്ട് പോകാൻ വേണ്ടി സഹായിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇനി കുറേ വീഡിയോസ് ഉണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ കുറേ വീഡിയോസ് അമ്മ അച്ഛൻ എല്ലാവരും എന്നോട് എല്ലാവരെയും എന്നോട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്നോട് അമ്മ അച്ഛൻ എല്ലാവരെയും உங்களுக்கு കാണാം. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ വേഗமாக കാണാൻ പോയിട്ട് വരാം. ഞാൻ അച്ചു, ബൈ ബൈ.